നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ സിനിമാ നടൻ സിദ്ദിഖിനെ പരിഗണിക്കാൻ കോൺഗ്രസ്. മതസാമുദായിക ഘടകങ്ങൾ പരിഗണിക്കും. കൊടുത്താൽ കർണാടകയിലും കിട്ടുമെന്നാണ് പുതുചൊല്ല്. കോൺഗ്രസിന് ഇപ്പോൾ എന്ത് പറയാനുണ്ടെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ചുള്ളിക്കാട് പറഞ്ഞത് ശരി, പങ്കെടുപ്പിക്കുന്നത് തന്നെ ഔദാര്യമെന്ന നിലപാടാണ് സംഘാടകർക്ക്. മാപ്പ് ചോദിച്ച് അശോകൻ ചെരുവിൽ. തണ്ണീർക്കൊമ്പന്റെ മരണകാരണം ഹൃദയാഘാതം. മണിക്കൂറുകൾ ചുറ്റിത്തിരിഞ്ഞു. മയക്കുവെടിയേറ്റു കർണാടക വനം വകുപ്പ്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സിനിമാ നടൻ സിദ്ദിഖിനെ പരിഗണിക്കാൻ കോൺഗ്രസ്. മതസാമുദായിക ഘടകങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ നീക്കം. അതിനിടെ പത്തനംതിട്ട മാറ്റി കോട്ടയം നൽകണമെന്ന് ആന്റണി നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഘടകകക്ഷിക്ക് നൽകിയ സീറ്റിൽ മാറ്റം വരുത്തിയേക്കില്ല. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയ്ക്ക് ഇല്ലെങ്കിൽ പിന്നെ ആ സീറ്റിൽ മതസാമുദായിക ഘടകങ്ങൾ കൂടി പരിഗണിക്കാനാണ് കോൺഗ്രസ് നീക്കം. ജനപിന്തുണ, പുതുമുഖം, ഈ പരിഗണനകൾ കൂടി കണക്കിലെടുത്താണ് ചലച്ചിത്ര താരം സിദ്ദിഖിലേക്ക് ചർച്ചകൾ എത്തിയത്. മതസാമുദായിക അസമവാക്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ കോൺഗ്രസ് മുന്നോട്ടു പോയാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരുടെ മറ്റൊരു പട്ടികയുമുണ്ട്. സംവരണ സീറ്റായ മാവേലിക്കരയിലും പത്തനംതിട്ടയിലും തോൽവിയുണ്ടാകും എന്ന കനക റിപ്പോർട്ട് പാർട്ടി ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിലും മാവേലിക്കരയിൽ അവസാന നിമിഷം പകരക്കാരനെ കണ്ടെത്തുന്നത് അത്ര എളുപ്പമാകില്ല എന്നാണ് പാർട്ടി നിലപാട്. കൊടിക്കുന്നിൽ സുരേഷ് മാറിയാൽ KPCC വൈസ് പ്രസിഡന്റ് വി സജീന്ദ്രന്റെ പേരും ഇവിടെ പരിഗണനയിലുണ്ട്. മാറണമെന്ന താല്പര്യം കൊടിക്കുന്നിലിനുമുണ്ട്. 10 തവണയായി മത്സരരംഗത്ത് ഉണ്ടെന്നാണ് കൊടിക്കുന്നിൽ പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ദില്ലിയിൽ സമരത്തിനിറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി മന്ത്രി എം.ബി. രാജേഷ്. ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ആവർത്തിച്ചുയർത്തിയ ചോദ്യമായിരുന്നു ഇത്. മറുപടി കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കൊടുത്താൽ കർണാടകയിലും കിട്ടുമെന്നാണ് പുതുചൊല്ല്. ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ആവർത്തിച്ച് ഉയർത്തിയ ചോദ്യമായിരുന്നു ഇത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും MLC-മാരും കേരളം ചെയ്യുന്നത് പോലെ തന്നെ 7-ാം തീയതി ഡൽഹിയിൽ സമരം നടത്തുകയാണ്. വിഷയവും നാം ഉന്നയിക്കുന്നത് തന്നെ കേന്ദ്രത്തിന്റെ വിവേചനവും പ്രതികാര മനോഭാവവും. മാത്രമല്ല, കർണാടകയിലെ പ്രതിപക്ഷത്തോട് സമരത്തിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിച്ചതായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഇപ്പോഴെങ്ങനെയുണ്ട് കോൺഗ്രസ്? കേരളം ഡൽഹിയിൽ സമരം ചെയ്താൽ അത് നാടകം, കർണാടക അതുതന്നെ ചെയ്താലോ? സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ 2 മണിക്കൂർ പ്രഭാഷണം നടത്തിയതിന് കിട്ടിയത് 2400 രൂപ മാത്രമാണെന്ന് വിമർശനം ഉന്നയിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പിന്തുണച്ച് അക്കാദമി ഭാരവാഹിയും എഴുത്തുകാരനും PSC മുൻ അംഗവുമായ അശോകൻ ചെരുവിൽ. നേരിട്ട് പങ്കുള്ള വിഷയമല്ലെങ്കിലും അക്കാദമി ഭാരവാഹി എന്ന നിലയിൽ ചുള്ളിക്കാടിനോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. യാത്രാക്കൂലിയിലും പ്രതിഫലത്തിലും എഴുത്തുകാർ വലിയ അവഗണനയാണ് നേരിടുന്നതെന്നും പങ്കെടുപ്പിക്കുന്നത് തന്നെ ഔദാര്യം എന്ന നിലപാടാണ് സംഘാടകർ സ്വീകരിക്കുന്നതെന്നും അശോകൻ ചെരുവിൽ പറയുന്നു. സാഹിത്യ അക്കാദമി വഴി തനിക്ക് കൽപ്പിച്ചിരിക്കുന്ന വില 2400 രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ടെന്നും നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നുമായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനം. ഇന്നലെ മാനന്തവാടി നഗരത്തിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂരിൽ രാമപുര ആന ക്യാമ്പിലെത്തിച്ച തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഹൃദയാഘാതം മൂലമെന്ന് കർണാടക വകുപ്പ്. വാഹനത്തിൽ വെച്ച് തന്നെ ആന കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും ആളും ബഹളവും കണ്ട ആഘാതം ആനയ്ക്കുണ്ടായിരുന്നുവെന്നും ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ രമേഷ് കുമാർ IFS പറഞ്ഞു. നിർജ്ജലീകരണം സംഭവിച്ചിരുന്നു എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം സ്ഥിരീകരിക്കാനാകൂ. മണിക്കൂറുകൾ വിശ്രമമില്ലാതെ ആന ചുറ്റിത്തിരിഞ്ഞു. പിന്നെ മയക്കുവെടിയേറ്റു. തുടർന്ന് ബന്ദിപ്പൂരിലേക്ക് രാത്രി തന്നെ കൊണ്ടുവന്നു. ഇതെല്ലാം ആനയുടെ ആരോഗ്യം മോശമായിരിക്കാമെന്നും രമേഷ് കുമാർ IFS വ്യക്തമാക്കി. തണ്ണീർക്കൊമ്പൻ ദൗത്യം നടപ്പാക്കിയതിൽ കേരള വനവകുപ്പിനെ അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ആനയ്ക്ക് അല്പസമയം വിശ്രമം നൽകിയ ശേഷം മാറ്റുന്നതായിരുന്നു നല്ലതെന്ന് ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ അഭിപ്രായപ്പെട്ടു. രാത്രിക്ക് രാത്രി തന്നെ ആനയെ കർണാടകയിലേക്ക് മാറ്റേണ്ടിയിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാമപുര ആന ക്യാമ്പിൽ തുടങ്ങിയിട്ടുണ്ട്. കേരള കർണാടക വനവകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്.